ജൂൺ 19, ഡിസംബർ 1, ജൂൺ 26, സെപ്റ്റംബർ 5 വ്യത്യസ്ത ദിവസങ്ങളിൽ ഒരു പുതിയ പ്രമേയം. അത്രയും ഭീകരമാണ്. ഗ്രഹങ്ങളിൽ മനുഷ്യൻ കൂടുകൂട്ടുന്ന ഈ കാലത്ത് 112 രാജ്യങ്ങളിൽ കടലുകൾ, കായലുകൾ, പാറകൾ, പർവ്വതങ്ങൾ, മദ്യത്തിനെതിരെ വായിക്കണം, മയക്കുമരുന്നിനെതിരെ അത് ചെയ്യരുത് എന്ന് ആദ്യമായി പറഞ്ഞ വാചകം എന്താണ്? 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടത്തിയ പുരോഗതികളല്ലാതെ വേറെ എന്ത് പുരോഗതിയാണ് ലോകത്തിന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുക? ആഴത്തിലുള്ള പഠനങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ പുതുതായി ഒന്നും തന്നെ ആർക്കും പറയാനില്ല. 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചു, അത് പഴയതാണെന്ന് പറയണമെങ്കിൽ സൂര്യചന്ദ്രാദികളൊക്കെ പഴയതാവണ്ടേ? ഒരുപാട് നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങളുമെല്ലാം അവക്കും പഴക്കമുണ്ടല്ലോ. പക്ഷേ അവകളുടെ പ്രയോജനം ഇന്നും നമുക്ക് ലഭ്യമായതുപോലെ 6-ാം നൂറ്റാണ്ടിലാണ് പറഞ്ഞതെങ്കിലും ലോകം ആ സന്ദേശങ്ങളെ ഇന്നും സന്തോഷപൂർവ്വം ഏറ്റെടുക്കുകയാണ്. ഉദാഹരണം, ജൂൺ 19 വായനാ ദിനമാണ്, റീഡിംഗ് ഡേ ആണ്. ജൂൺ 19 ക്രിസ്താബ്ദം 610 മുഹമ്മദുർ റസൂലുള്ളാഹ്ക്ക് ആദ്യമായി ഔദ്യോഗികമായ നുബുവത്ത് ലഭ്യമാകുന്നത്. ആദ്യമായി പറഞ്ഞ വാചകം എന്താണ്? ഇഖ്റ, വായിക്കണം. ലോകത്തോട് ആദ്യമായി പറഞ്ഞ നേതാവിൻ്റെ പേരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജൂൺ 26 ലോകാടിസ്ഥാനത്തിൽ ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കണമെന്ന് ലോകം മുഴുവൻ ആവശ്യപ്പെടുകയാണ്. മദ്യത്തിനെതിരെ, മയക്കുമരുന്നിനെതിരെ ലോകത്താദ്യമായി സമരം നടത്തുകയും ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്ത നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതോടൊപ്പം തന്നെ സെപ്റ്റംബർ 15 നമുക്കറിയാം, ആത്മഹത്യാവിരുദ്ധ ദിനമായി ആചരിക്കണം. ലോകം മുഴുവൻ ആത്മഹത്യ ചെയ്യരുത് എന്ന് ലോകത്തെ പഠിപ്പിക്കണമെന്ന്. കേൾക്കണം, നീ ഏതു രൂപത്തിലാണോ ആത്മഹത്യ ചെയ്യുന്നത് ഇസ്ലാം നിരോധിച്ചിരിക്കുന്നു. നീ ആത്മഹത്യ ചെയ്ത വിഷയങ്ങൾ നരകത്തിൽ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. മരണമില്ലല്ലോ അവിടെ. അത്രയും ഭീകരമാണ് ആത്മഹത്യയുടെ ശിക്ഷ. അതുകൊണ്ട് അത് ചെയ്യരുത് എന്ന് ലോകത്തോടാദ്യം പറഞ്ഞ നേതാവിൻ്റെ പേര് മുഹമ്മദുർ റസൂലുള്ളാഹി. ലോകം ഇന്നത് ഏറ്റെടുക്കുകയും പ്രത്യേകമായ ദിവസം തിരഞ്ഞെടുത്ത് അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെപ്റ്റംബർ 5 അധ്യാപക ദിനമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി വന്നിട്ട് പറഞ്ഞു, ഇന്നമാ ബുഇസ്തു മുഅല്ലിമ, എന്നെ അധ്യാപകനായിട്ടാണ് അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത്. അധ്യാപക വൃത്തി വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഇന്ത്യയുടെ പ്രസിഡൻ്റായിരുന്ന APJ അബ്ദുൽ കലാമിനോട് ഒരിക്കൽ ചോദിച്ചു, ഞങ്ങൾ ഒരു ലിസ്റ്റ് എഴുതി പ്രസിദ്ധീകരിച്ചാൽ ഇന്ത്യയുടെ പ്രസിഡൻ്റാണോ മുകളിൽ വെക്കേണ്ടത്, അധ്യാപകനായ നിങ്ങളുടെ അധ്യാപകൻ എന്നതാണോ മുകളിൽ വെക്കേണ്ടത്? ഞങ്ങൾ ഏതിനെയാണ് ആദ്യമായി പരിഗണിക്കേണ്ടത്? ഇന്ത്യയുടെ പ്രസിഡൻ്റായിരുന്ന APJ അബ്ദുൽ കലാം പറഞ്ഞു, അധ്യാപകൻ എന്നാണ് ആദ്യമായി എഴുതേണ്ടതെന്ന്. ലോകം മുഴുവൻ ആ ദിവസത്തെ സ്മരിക്കപ്പെടുമ്പോൾ ലോകത്തോട് വന്ന് അധ്യാപനം നടത്തിയ ഒരു മഹാനേതാവിൻ്റെ പേരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഡിസംബർ 1 ലോകാടിസ്ഥാനത്തിൽ എയ്ഡ്സ് വിരുദ്ധ ദിനമായി ആചരിക്കണം. എയ്ഡ്സ് വരുന്ന പരിപാടികൾ നടത്തരുത് എന്ന് ലോകത്തോടാദ്യമായി വലാ തഖ്റബുസ്സിന ഇന്നഹു കാന ഫാഹിഷത്തൻ വസാഅ സബീല, അത് ചെയ്യരുത് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തിയ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ. ഇങ്ങനെ എത്ര കാര്യങ്ങൾ. ജൂലൈ ലാസ്റ്റ് സൺഡേയിൽ ചില രാജ്യങ്ങളിൽ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ട ദിനമായി ആചരിക്കണമെന്ന്. മാതാപിതാക്കളെ ഡിസ്പോസിബിൾ സാധനങ്ങളെപ്പോലെ വലിച്ചെറിയുമ്പോൾ, ഉപയോഗശൂന്യമാക്കുമ്പോൾ ഇന്ന് ലോകത്ത് ഈ ബ്രഹ്മാണ്ഡ കടാഹത്തിൽ 112 രാജ്യങ്ങളിൽ വ്യത്യസ്ത ദിവസങ്ങളിൽ മാതാപിതാക്കളെ സംരക്ഷിക്കണമെന്ന ബോധം കൊടുക്കുമ്പോൾ വഖളാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാനാ, ലോകത്തോടാദ്യം മാതാപിതാക്കളെ ചേർത്ത് നിർത്തണമെന്നും അവർക്ക് സംരക്ഷണത്തിൻ്റെ കുട ചൂടിക്കൊടുക്കണമെന്നും പറഞ്ഞ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലേ. ജൂൺ 5 പരിസ്ഥിതി ദിനമാണ്. പാറകൾ, പർവ്വതങ്ങൾ, കടലുകൾ, കായലുകൾ അനധികൃതമായി നശിപ്പിക്കരുത് എന്ന് പഠിപ്പിച്ച ഒരു നേതാവ്. ഖുർആൻ താക്കീത് ചെയ്ത വിഷയം. അകാരണമായി ഒരു മരത്തിൻ്റെ കമ്പ് വെട്ടിയാൽ അവനെ ഘാതകനായി ഞാൻ പ്രഖ്യാപിക്കും. നാളെ
ലോകം അവസാനിക്കാൻ പോവുകയാണ്. ഇന്ന് നിൻ്റെ കയ്യിൽ ഒരു വിത്തുണ്ടെങ്കിൽ അത് നടണമെന്ന് പഠിപ്പിച്ച നേതാവ്, പാരിസ്ഥിതിക വിഷയങ്ങളിൽ ഇത്ര ജാഗ്രത പുലർത്തിയ ഒരു നേതാവ് അള്ളാഹുവിൻ്റെ റസൂലല്ലാതെ വേറെ ആരാ? ലോകം ജൂൺ 5 ലോകാടിസ്ഥാനത്തിൽ പരിസ്ഥിതി ദിനമായി ആചരിക്കാൻ വേണ്ടി കൽപ്പിച്ചിരിക്കുകയാണ്. ക്ലീനിങ് ഡേ, മെയ് മാസത്തിലെ 15-ാം തീയതി ക്ലീനിങ് ഡേ ആണ്. ഏത് ക്ലീനിങ് ഡേ? ഹാൻഡ് വാഷാണ്. കൈ കൃത്യമായി കഴുകണമെന്ന്. സുബ്ഹാനല്ലാഹ്, ഒരു ദിവസം നിർബന്ധമായി നമ്മൾ 5 പ്രാവശ്യം കഴുകണ്ടേ? നിങ്ങൾ പറയൂ, ലോകത്ത് ഇതേപോലെ 20-ാം നൂറ്റാണ്ട് 21-ാം നൂറ്റാണ്ട് കടന്നു. ഗ്രഹങ്ങളിൽ മനുഷ്യൻ കൂടുകൂട്ടുന്ന ഈ കാലത്ത് ഇതൊക്കെ കണ്ടുപിടിക്കുമ്പോൾ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഇതെല്ലാം നമുക്ക് പറഞ്ഞു തന്ന ആ നേതാവല്ലേ ലോകനായകർ? സെപ്റ്റംബർ 14 ചിൽഡ്രൻസ് ഡേ ആണ്, കുട്ടികളുടെ ദിവസമാണ്. നിസ്കാരവേളയിൽ നമ്മുടെ ചാച്ചാ നെഹ്റു കുട്ടികളെ സ്നേഹിച്ചതിൻ്റെ പേരിലാണ് സെപ്റ്റംബർ 14 തിരഞ്ഞെടുത്തതെങ്കിൽ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ നിസ്കരിക്കുന്ന സമയം ലോക നേതാവിൻ്റെ കഴുത്തിൽ പിരടിയിൽ കയറിയിരുന്നു. നിസ്കാരവേളയിൽ നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ ആ ഹബീബ് പറഞ്ഞതെന്താ? നിഅമൽ ഇബ്ലുക്കുമാ, നല്ല ഒട്ടകം നിങ്ങളുടെ വാപ്പയായ ഞാനാണ്. ആ കുട്ടികളുടെ കളിയോടുകൂടെ അതിനോടുകൂടെ സഹകരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിൽഡ്രൻസ് ഡേ സെപ്റ്റംബർ 14 ഇങ്ങനെ എണ്ണിപ്പറയാൻ ധാരാളമുണ്ട്. ഓർക്കണം, അള്ളാൻ്റെ റസൂല് പറഞ്ഞതല്ലാതെ അതിനപ്പുറത്ത് ഒരു പുതുമ പറയാനോ ഒരു പുതിയ പ്രമേയം കൊണ്ടുവരാനോ ലോകത്താർക്കുമൊന്നും പുതുതായി പറയാനില്ല. എല്ലാം ആ ഹബീബ് പറഞ്ഞു വെച്ചതും മാത്രം. സ്വല്ലല്ലാഹു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്.